കുറിച്ച് പഠിക്കുന്ന അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ആയി നമ്മളെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഓർഡർ ക്രമത്തിൽ തന്നെ നിങ്ങൾ കാണുക. കൂടാതെ നിങ്ങൾ എന്താക്കുക, കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടുകൾ എന്ന് പറയുന്നത് തയ്യാറാക്കുക. പിന്നെ നല്ലതുപോലെ എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ന് പറയുന്നത് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പിന്നെ എന്ത് കേട്ടാലും നിങ്ങൾക്ക് 100% ഷുവറാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നൊരു രീതി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതും പഴയ കാര്യത്തെക്കുറിച്ചിട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെക്കൻഡ് മുന്നേ ആണെങ്കിലും അത് കഴിഞ്ഞ കാര്യത്തിൽ ഒരാൾ അത് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുന്ന ഒരു രീതിയാണ്. മലയാളത്തിൽ നമ്മൾ പൊതുവെ പറയും നീ പോയോ എന്ന് ചോദിക്കും. അത് നമ്മൾ ചോദിക്കുന്നതെന്ന് പറയുന്നത് അവൻ പോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദിക്കുന്നതാണ്. നീ കളിച്ചോ എന്ന് ചോദിക്കും. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കും. അവൾ എഴുന്നേറ്റോ, അവൾ പഠിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു രീതികളെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ ഒരു സമയത്തിന് അനുസരിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ, അതൊക്കെ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഡിഡ് എന്നുള്ളൊരു വാക്കാണ് വേണ്ടത്. ഡിഡ്. അപ്പോൾ എന്ന് പറയുന്നത് ഡിഡാണ് ആദ്യം വെക്കേണ്ടത്. ഇപ്പം ഡിഡ് വെച്ചതിന് ശേഷം എന്ന് പറയുന്നത് നീ പോയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു ഗോ അങ്ങനെ പറയും. ഡിഡ് യു ഗോ, നീ പോയോ എന്ന് ചോദിക്കും. അപ്പം ഫസ്റ്റ് വേണ്ടത് എന്ന് പറയുന്നത് ഡിഡാണ്. അതിന് ശേഷം വേണ്ടത് എന്ന് പറയുന്നത് രണ്ടാമതായി വേണ്ടത് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് നീ പോയോ എന്നല്ല ചോദിക്കുന്നത്, അപ്പം നീയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ പോയോ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തികളാണ്, ഒരു കാര്യം ചെയ്യുന്ന വ്യക്തികളത് വെച്ചു കൊടുക്കുക. പിന്നെ അതിന് ശേഷം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വാക്കുകൾ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പ്രവൃത്തികൾ വെച്ചു കൊടുക്കുക. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് വരുന്നത്. ഡിഡ് യു ഗോ, നീ പോയോ എന്ന് ചോദിക്കും. അപ്പം അവൻ പോയോ എന്നങ്ങനെ പറയും. ഡിഡ് ഹി ഗോ, അവൻ പോയോ. അപ്പോൾ എന്ന് പറയുന്നത് യു ഉള്ളത് മാറ്റിയിട്ട് അവനാക്കി കൊടുത്താൽ മതി. ഡിഡ് ഹി ഗോ. അപ്പോൾ അവൾ പോയോ എന്നങ്ങനെ ചോദിക്കും. ഡിഡ് ഷീ ഗോ. അപ്പോൾ എന്ന് പറയുന്നത് ഹി മാറ്റിയിട്ട് എന്ന് പറയുന്നത് ഷീ വെച്ച് കൊടുത്താണ് അവൾ പോയോ എന്ന് ചോദിക്കും. നമുക്ക് കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. പിന്നെ അതിൻ്റെ മുമ്പേ ആയിട്ട് എന്ന് പറയുന്നത് നിങ്ങളിത് തെറ്റിപ്പോകരുത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഡിഡ് യു ഗോ എന്ന് പറയുന്നത് അത് തിരിഞ്ഞു പോകരുത്. ഡിഡ് ഗോ യു എന്നൊന്നും ആയി പോകരുത്. ഈ കറക്റ്റ് ഈ ഒരു ഫോമിൽ തന്നെ വരണം. അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് തെറ്റിപ്പോകും. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ കറക്റ്റ് ഈ ഒരു ഓർഡറിൽ തന്നെ പറയുക. നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നീ സഹായിച്ചോ എന്നങ്ങനെ ചോദിക്കും. ഡിഡ് യു ഹെൽപ്പ്, ഹെൽപ്പ് എന്നുള്ളതാണ് സഹായിക്കുക. ഡിഡ് യു ഹെൽപ്പ്, നീ സഹായിച്ചോ എന്ന് ചോദിക്കും. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് അവൾ പഠിച്ചോ എന്നങ്ങനെ ചോദിക്കും. ഡിഡ് ഷീ സ്റ്റഡി, അവൾ പഠിച്ചോ എന്ന് ചോദിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അവൻ ചോദിച്ചോ എന്നങ്ങനെ ചോദിക്കും. ഡിഡ് ഹി ആസ്ക്, ഡിഡ് ഹി ആസ്ക്, അവൻ ചോദിച്ചോ. അവൾ ഉറങ്ങിയോ എന്നോ. ഡിഡ് ഷീ സ്ലീപ്പ്. ഓക്കെ, അവർ എഴുന്നേറ്റോ. ഡിഡ് ദേ വേക്കപ്പ്, വേക്കപ്പ് എന്നുള്ളതാണ് എഴുന്നേക്കുക. ഡിഡ് ദേ വേക്കപ്പ്, അവർ എഴുന്നേറ്റോ. നമ്മളിപ്പം പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു 3 വാക്കുകൾ വെച്ചിട്ടാണ്. അതൊന്നും കൂടി വലുതാക്കിയിട്ട് നമ്മൾ 4 വാക്കുകൾ വെച്ചിട്ട് എങ്ങനെയാണ് പറയാന്നുള്ളത് നോക്കാം. ഓക്കെ, ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു നീ പോയോ എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ കൂടെ എന്ന് പറയുന്നത് നീ അവിടെ പോയോ എന്ന് ചോദിക്കാം. ഓക്കെ, അതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക? നീ അവിടെ പോയോ എന്നുള്ളത്. ഡിഡ് യു ഗോ ദെയർ. ഫസ്റ്റ് ഡിഡ്, പിന്നെ പറഞ്ഞതുപോലെ, പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ആരാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്, പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി, എന്താണോ പ്രവൃത്തി, പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് ദെയർ. ദെയർ എന്ന് പറയുന്നത് അവിടെ. ഈ ഒരു ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചേഞ്ച് ആയി പോകരുത്, കറക്റ്റായിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, നീ ഇവിടെ വന്നോ എന്നങ്ങനെ ചോദിക്കും. ഡിഡ് യു കം ഹിയർ, നീ ഇവിടെ വന്നോ എന്ന് ചോദിക്കുക. ഡിഡ് യു കം ഹിയർ. ഓക്കെ, നീ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിക്കുക. ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിക്കുക. ഡിഡ് ഷീ സ്റ്റഡി ഇംഗ്ലീഷ്. അവൾ ക്രിക്കറ്റ് കളിച്ചോ എന്നങ്ങനെ ചോദിക്കും. ഡിഡ് ഷീ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നങ്ങനെ ചോദിക്കും. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ഡിഡ് ഷീ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഈറ്റ് എന്ന് പറയുന്നത് കഴിക്കുക എന്നുള്ളതാണ്. നമുക്കതിന് പകരമായിട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഹാവും ചേർത്ത് കൊടുക്കാം. ഹാവിൻ്റെ അർത്ഥം ഉണ്ടാവുക, അതുപോലെ തന്നെ കഴിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഡ്
ഷീ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം. ഡിഡ് ഷീ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ഈറ്റും ചേർക്കാം ഹാവും ചേർക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അവൾ എന്തെങ്കിലും പറഞ്ഞോ. ഇപ്പം എന്തെങ്കിലും പറയുകയാണ്, എന്തെങ്കിലും എന്ന് പറയുന്നത് എനിത്തിങ് എന്ന് പറഞ്ഞതാണ് എന്തെങ്കിലും എന്ന് പറയുന്നത്. ഡിഡ് ഷീ ടെൽ എനിത്തിങ്, അവൾ എന്തെങ്കിലും പറഞ്ഞോ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അവൾ ന്യൂസ് പേപ്പർ വായിച്ചോ എന്ന് ചോദിക്കും. അവൾ ന്യൂസ് പേപ്പർ വായിച്ചോ. ഡിഡ് ഷീ റീഡ് ന്യൂസ് പേപ്പർ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അവർ എക്സാം എഴുതിയോ എന്ന്. അവർ എക്സാം എഴുതിയോ. ഡിഡ് ദേ റൈറ്റ് എക്സാം. ഡിഡ് ദേ റൈറ്റ് എക്സാം. ഓക്കെ, ഇതുപോലെ എന്ന് പറയുന്നത് വലിയ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എന്ന് പറയുന്നത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇതേ രീതിയിൽ എങ്ങനെയാണെന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ ചേർത്തുകൊണ്ട് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. മലയാളത്തിൽ നമ്മൾ പറയും അവൻ അവളെ അടിച്ചു, അവൾ എന്നെ വിളിച്ചു, ഞാൻ അവനെ സഹായിച്ചു, അവൾ അവനെ സഹായിച്ചു എന്നുള്ള രീതിയിലായിട്ട് ഇവിടെ രണ്ട് വ്യക്തികളെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം പൊതുവെ പറയും നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കും. പൊതുവെ ചോദിക്കൂല നീ എന്നെ വിളിച്ചോ. പൊതുവേ നമ്മൾ ചോദിക്കുന്ന നീ എന്നെ വിളിച്ചോ. ഓക്കെ, അതെങ്ങനെ ചോദിക്കും. ഡിഡ് യു കോൾ, ഡിഡ് യു കോൾ മീ. അതിൻ്റെ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഡ്, അതിന് ശേഷം എന്ന് പറയുന്നത് യു ആണ്, നീയാണ് ചെയ്യുന്നത്, നീയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, പിന്നെ എന്ന് പറയുന്നത് നീ എന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, നീയാണ് ചെയ്യുന്നത് ഒരു കാര്യം, ആരാണോ ചെയ്യുന്നത് അതെന്ന് പറയുന്നത് രണ്ടാമത് ചേർത്ത് ഡിഡ് കഴിഞ്ഞ പാടെ തന്നെ ചേർത്ത് കൊടുക്കുക. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, അടുത്തത് നീ അവനെ സഹായിച്ചോ എന്ന് ചോദിക്കും. നീ അവനെ സഹായിച്ചോ. ഡിഡ് യു എങ്ങനെ പറയും. ഡിഡ് യു ഹെൽപ്പ് ഹിം. നീ അവനെ സഹായിച്ചോ എന്ന് ചോദിക്കും. നീ അവളെ അടിച്ചോ എന്നിങ്ങനെ ചോദിക്കും. ഡിഡ് യു ബീറ്റ് ഹർ. നീ അവളെ അടിച്ചോ എന്ന് ചോദിക്കും. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് അവൻ നിന്നെ പഠിപ്പിച്ചോ എന്നങ്ങനെ ചോദിക്കും. അവൻ നിന്നെ പഠിപ്പിച്ചോ. ഡിഡ് ഹി, അവനാണ് പഠിപ്പിക്കുന്നത്. ഡിഡ് ഹി ടീച്ച് യു. ടീച്ച് എന്ന് പറയുന്നത് പഠിപ്പിക്കുക. ഡിഡ് ഹി ടീച്ച് യു, അവൻ നിന്നെ പഠിപ്പിച്ചോ. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് അവൻ അവളെ സപ്പോർട്ട് ചെയ്തോ. ഡിഡ് ഹി സപ്പോർട്ട് ഹർ. ഡിഡ് ഹി സപ്പോർട്ട് ഹർ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തോ എന്ന് ചോദിക്കും. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചോ. ഡിഡ് ഐ, ഞാനാണ് ചെയ്യുന്നത്. ഡിഡ് ഐ ഡിസ്റ്റർബ് യു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഞാൻ നിന്നോട് ചോദിച്ചോ എന്ന് ചോദിക്കും. ഞാൻ നിന്നോട് ചോദിച്ചോ. ഡിഡ് ഐ ആസ്ക് യു. ഓക്കെ, ഡിഡ് ഐ ആസ്ക് യു. ഇതെന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ന് പറയുന്നത് നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതെന്ന് പറയുന്നത് മൊത്തമായിട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലായിട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിൽ എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വേർഡ്സുകൾ പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയും എന്ത്, എവിടെ, എപ്പോൾ, ആര് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇതിനാണെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ എന്ന് പറയുന്നത്. ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് നല്ലതുപോലെ എന്ന് പറയുന്നത് ഈ ഒരു രീതി നമ്മളിപ്പം പറഞ്ഞ ഡിഡിൻ്റെ രീതിയിൽ നല്ലതുപോലെ എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനും പല രീതികളിലായിട്ട് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പറ്റും എന്നുള്ളത്. ഓക്കെ, നമുക്ക് അത് പഠിക്കാൻ പോകാം. അപ്പോൾ എന്ന് പറയുന്നത് ഫസ്റ്റിലത്തെ വാക്ക് എന്ന് പറയുന്നത് എന്ത് എന്നുള്ളതാണ്. അതിന് ഇംഗ്ലീഷിൽ പറയാൻ പറയുന്നത് വാട്ട് എന്ന് പറയുന്നത് എന്ത് എന്നുള്ളത്. ഓക്കെ, വേർ എന്ന് പറയുന്നത് എവിടെ എന്ന് പറയുന്നതാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ, നീ എവിടെയാ പോയെന്നൊക്കെ ചോദിക്കില്ല, അതിൻ്റെയാണ് വേർ. ഓക്കെ, വെൻ എന്ന് പറയുന്നത് എപ്പോൾ എന്നുള്ളതാണ്. വൈ എന്നുള്ളത് എന്തിന്, എന്തുകൊണ്ട്. ഇങ്ങനെ രണ്ടർത്ഥങ്ങൾ വരുന്നുണ്ട്, എന്തിന്, എന്തുകൊണ്ട്. അടുത്തത് ഹൗ എന്നുള്ളതാണ്. ഹൗ എന്ന് പറയുന്നത് എങ്ങനെ എന്നാണ് പറയുക. പിന്നെ ആര് എന്ന് പറയുമ്പോൾ ഹു എന്ന് പറഞ്ഞാൽ ആര്. ഓക്കെ, ഹും എന്ന് പറയുന്നത് ആരെ, ഹൂസ് എന്ന് പറയുന്നത് ആരുടെ, വിച്ച് എന്ന് പറയുന്നത് ഏത്, ഹൗ മെനി എന്ന് പറയുന്നത് എത്ര, പിന്നെ ഹൗ മച്ച് എന്ന് പറയുന്നത് രണ്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എത്ര എന്നുള്ളതാണ്. ഹൗ മെനി എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് ഹൗ മെനി ഉപയോഗിക്കുക. എക്സാമ്പിളായിട്ട് എന്ന് പറയുന്നത് ബുക്ക്, പിന്നെ അതുപോലെ തന്നെ പെന്ന്, അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഹൗ മച്ച് ഉപയോഗിക്കുക ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര, നമുക്ക് എണ്ണാൻ പറ്റില്ല, തൂക്കാനാണ് പറ്റും. പിന്നെ എന്ന് പറയുന്നത് വെള്ളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യത്തിന് എന്ന് പറയുന്നത് ഹൗ മച്ച് ഉപയോഗിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളതാണ്. നമ്മളിപ്പം പഠിച്ച ഡിഡിൻ്റെ ഫോമിൽ എന്ന് പറയുന്നത് ഡിഡിൻ്റെ ഈ ഒരു രീതിയിൽ എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല. അതെന്ന് പറയുന്നത് ഈ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എന്ന് പറയുന്നത് അത് ചേർക്കാത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു വാക്ക് ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു വാക്കുകൾ കറക്റ്റായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വരിക.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് എന്ന് പറയുന്നത് പഠിച്ചു വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.